അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 28. രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് മാൾട്ട എന്നു പേരുള്ള ഒരു ദ്വീപാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ദ്വീപ് നിവാസികൾ ഞങ്ങളോട് അസാധാരണമായ കനിവ് കാണിച്ചു. മഴയും തണുപ്പും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ തീ കൂട്ടി ഞങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തു. പൗലോസ് ഉരുക്കെട്ട് ചുള്ളിക്കമ്പുകൾ ശേഖരിച്ച് തീയിലേക്കിടുമ്പോൾ ഒരണലി ചൂടുകൊണ്ട് പുറത്തു ചാടി അദ്ദേഹത്തിന്റെ കയ്യിൽ ചുറ്റി. ഇങ്ങനെ പൗലോസിന്റെ കയ്യിൽ പാമ്പ് തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് ദ്വീപ് നിവാസികൾ, ഈ മനുഷ്യൻ തീർച്ചയായും ഒരു കൊലപാതകനാണ്. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി ഇയാളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ പൗലോസ് ആ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം നീര് വെച്ച് വീങ്ങുകയോ പൊടുന്നനെ മരിച്ചു വീഴുകയോ ചെയ്യുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു. എന്നാൽ ഏറെ നേരം കാത്തിരുന്നിട്ടും അനർത്ഥമൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ മനസ്സ് മാറ്റി. അദ്ദേഹം ഒരു ദേവൻ തന്നെ എന്ന് പറഞ്ഞു. ദ്വീപ് പ്രമാണിയായിരുന്ന പുബ്ലിയോസിന് അവിടെ അടുത്ത് കുറെ സ്ഥലമുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. 3 ദിവസം ആദരവോടെ സൽക്കരിച്ചു. അവന്റെ പിതാവ് പനിയും അതിസാരവും പിടിപെട്ട് കിടപ്പിലായിരുന്നു. പൗലോസ് അദ്ദേഹത്തെ കാണാൻ അകത്തേക്ക് ചെന്നു. പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ മേൽ കൈവച്ച് സൗഖ്യമാക്കി. ഈ സംഭവത്തെ തുടർന്ന് ദ്വീപിലെ മറ്റ് രോഗികളും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവർ പല സമ്മാനങ്ങൾ നൽകി ഞങ്ങളെ ബഹുമാനിച്ചു. യാത്ര പുറപ്പെട്ടപ്പോൾ ഞങ്ങൾക്കാവശ്യമായിരുന്നതെല്ലാം കൊണ്ടുവന്ന് തന്നു. 3 മാസത്തിന് ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിയുന്നതുവരെ നങ്കൂരമടിച്ച് കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ സുറക്കൂസയിലെത്തി. 3 ദിവസം അവിടെ പാർത്തു. അവിടെ നിന്ന് യാത്ര തിരിച്ച് രഗ്വനിൽ എത്തി. പിറ്റേന്ന് തെക്കൻ കാറ്റ് വീശിയതിനാൽ അതിന്റെ അടുത്ത ദിവസം ഞങ്ങൾ പുത്യുല്യയിൽ എത്തി. അവിടെ ഏതാനും സഹോദരരെ കാണുകയും അവർ ഞങ്ങളെ ഒരാഴ്ചത്തേക്ക് അവരോടുകൂടെ പാർക്കുവാൻ ക്ഷണിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ റോമിലേക്ക് പോയി. അവിടെയുള്ള സഹോദരർ ഞങ്ങൾ വരുന്നുവെന്ന് കേട്ടിരുന്നു. അവർ ഞങ്ങളെ സ്വീകരിക്കുവാൻ അപ്യപുരവും ത്രിമണ്ഡപവും വരെ വന്നു. അവരെ കണ്ടപ്പോൾ പൗലോസ് ദൈവത്തിന് നന്ദി പറയുകയും ധൈര്യപ്പെടുകയും ചെയ്തു. ഞങ്ങൾ റോമിലെത്തിയ ശേഷം പൗലോസിന് തന്റെ കാവലിന് നിയോഗിക്കപ്പെട്ട പടയാളിയോടൊപ്പം വേറിട്ട് താമസിക്കുവാൻ അനുവാദം കിട്ടി. 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം യഹൂദ നേതാക്കളെ വിളിച്ചുകൂട്ടി. അവർ വന്നുകൂടിയപ്പോൾ പൗലോസ് അവരോട് പ്രസ്താവിച്ചു, എന്റെ സഹോദരന്മാരെ, ഞാൻ നമ്മുടെ ജനങ്ങൾക്കോ നമ്മുടെ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ എതിരായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. എങ്കിലും യെരുശലേമിൽ വെച്ച് എന്നെ തടവുകാരനാക്കി റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റകൃത്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നതുകൊണ്ട് അവരെന്നെ വിചാരണ ചെയ്ത ശേഷം സ്വതന്ത്രനായി വിടാൻ ആഗ്രഹിച്ചു. എന്നാൽ യഹൂദർ എതിർത്തപ്പോൾ ഞാൻ കൈസറുടെ മുമ്പാകെ മേൽവിചാരണയ്ക്ക് അപേക്ഷിക്കുവാൻ നിർബന്ധിതനായി. സ്വജനങ്ങൾക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നതുകൊണ്ടല്ല ഇങ്ങനെ ചെയ്തത്. ഇക്കാരണത്താൽ നിങ്ങളെ കാണണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമത്രേ ഞാൻ ഈ ചങ്ങലയാൽ ബന്ധിതനായിരിക്കുന്നത്. താങ്കളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യഹൂദ്യയിൽ നിന്ന് കത്തുകളൊന്നും ലഭിച്ചിട്ടില്ല. അവിടെ നിന്ന് വന്ന സഹോദരങ്ങളിൽ ആരും താങ്കളെപ്പറ്റി ദോഷമായ വിവരങ്ങൾ അറിയിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ല. എന്നാൽ എല്ലായിടത്തുമുള്ള ജനങ്ങൾ ഈ മതവിഭാഗത്തെ എതിർത്ത് സംസാരിക്കുന്നതായി അറിയുന്നതുകൊണ്ട് താങ്കളുടെ അഭിപ്രായം കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവർ ഒരു ദിവസം നിശ്ചയിച്ചു. അന്ന് നിരവധി ആളുകൾ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് വന്നെത്തി. രാവിലെ മുതൽ സന്ധ്യ വരെ അദ്ദേഹം അവരോട് ദൈവരാജ്യത്തെപ്പറ്റി വിശദീകരിച്ച് പ്രസംഗിക്കുകയും മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും യേശുവിനെപ്പറ്റി അവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ചിലർക്ക് ബോധ്യപ്പെട്ടു, മറ്റു ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിപ്പിലെത്താതെ സ്ഥലം വിടാൻ തുടങ്ങിയപ്പോൾ പൗലോസ് ഇങ്ങനെ പ്രസ്താവിച്ചു, ഈ ജനത്തിന്റെ അടുത്ത് ചെന്ന് അവരോട് പറയേണ്ടത്, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കുകയില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടും മനസ്സിലാക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ ഞാൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു.
അവരുടെ ചെവി കേൾക്കാതെ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറയുക എന്ന് പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകനിലൂടെ നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് സത്യം തന്നെ. ആകയാൽ ദൈവം തന്റെ രക്ഷ വിജാതീയർക്ക് അയച്ചിരിക്കുന്നു. അവർ ശ്രദ്ധിക്കും എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് 2 വർഷം മുഴുവൻ താൻ വാടകയ്ക്കെടുത്ത വീട്ടിൽ പാർത്തുകൊണ്ട് തന്നെ കാണാൻ വന്ന എല്ലാവരെയും സ്വീകരിച്ചു. ധൈര്യത്തോടെയും തടസ്സം കൂടാതെയും അദ്ദേഹം ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെപ്പറ്റി പഠിപ്പിച്ചും കൊണ്ടിരുന്നു.